ഹലോ ഹായ്. അങ്ങനെ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫ്രാക്ഷൻ ഭിന്നസംഖ്യ ഭാഗത്തുനിന്ന് 2021 മുതൽ 2023 വരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അതിലെ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. 21 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 22ാമത്തെ ചോദ്യം മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സമയം കളയാതെ 22ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 22ാമത്തെ ചോദ്യം നോക്കിയേ. എങ്ങനെയാണ് 22ാമത്തെ ചോദ്യം? 5/9 ഗുണം 5/9 മൈനസ് 4/9 ഗുണം 4/9 ഓൾ ഡിവൈഡഡ് ബൈ 5/9 മൈനസ് 4/9. ഓക്കെ, അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത് എന്നത്. നോക്കിക്കടാ, എന്താണ് ഈ 5/9 ഇൻറ്റു 5/9 എന്ന് പറഞ്ഞാൽ? ഒരേ സംഖ്യ 2 തവണ ഗുണിച്ചിരിക്കുന്നു. അപ്പൊ നമുക്കതിനെ എങ്ങനെ എഴുതാം? 5/9 വർഗം എന്ന് എഴുതാം, സ്ക്വയർ എന്ന് എഴുതാം. അതേപോലെ 4/9 ഗുണം 4/9 നമുക്ക് എങ്ങനെ എഴുതാം? അത് 4/9 സ്ക്വയർ എന്ന് എഴുതാം. ഇത്രയും ക്ലിയർ അല്ലേ? താഴെ ആരുള്ളത്? 5/9 മൈനസ് 4/9. നോക്കൂ, അംശമായി കിടക്കുന്ന ആള്, മുകളിൽ കിടക്കുന്ന ആളാരാ? 5/9 സ്ക്വയർ മൈനസ് 4/9 സ്ക്വയർ. അത് ഏത് രൂപത്തിലേക്ക് കിടക്കുന്നത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? ഇത് നമ്മളിപ്പോൾ കുറേ ആയി ചെയ്ത് അത് സെറ്റ് ആകേണ്ട സമയം കഴിഞ്ഞു. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നമ്മുടെ ഈ PYQ സീരീസ് ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ എല്ലാ വീഡിയോസും കണ്ട ഒരാൾക്ക് ഈ ഒരു ഇക്വേഷൻ തറവാകേണ്ടതായി. നമ്പേഴ്സിൽ നമ്മൾ ഇത് ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കൂ, ഫ്രാക്ഷനിലേക്ക് എത്തിയപ്പോൾ അവിടെയും കിടക്കുന്നു. ആര്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ആള് ചില്ലറക്കാരനല്ലാന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അത് പഠിച്ചു വെച്ചോ, നല്ലതാണ്. ഈ രൂപത്തിലാണ് ഈ ചോദ്യത്തിന്റെ അംശം കിടക്കുന്നത്. നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാലോ. ഇവിടെ എ എന്ന് പറയുന്നത് എന്താ? 5/9. ബിയോ? അത് 4/9. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന രൂപത്തിലാണ് 5/9 സ്ക്വയർ മൈനസ് 4/9 സ്ക്വയർ ഇത് കിടക്കുന്നത് അല്ലേ? അപ്പൊ അതിനെ എക്സ്പാൻഡ് ചെയ്താൽ എന്താവും? എ പ്ലസ് ബി എന്ന് വെച്ചാൽ 5/9 പ്ലസ് 4/9 ഇൻറ്റു എ മൈനസ് ബി എന്ന് വെച്ചാൽ 5/9 മൈനസ് 4/9. ഇങ്ങനെ എഴുതാം. അപ്പോൾ ഈ ഭിന്നസംഖ്യയുടെ അംശത്തിൽ മുകളിൽ ഈ 5/9 സ്ക്വയർ മൈനസ് 4/9 സ്ക്വയറിന് പകരം ഇത് എത്രയും എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യൂടാ? അതിൻ്റെ എക്സ്പാൻഡ് ചെയ്ത രൂപം എഴുതും. 5/9 പ്ലസ് 4/9 ഇൻറ്റു 5/9 മൈനസ് 4/9. ഓക്കെ, ഇനി താഴെ ആരുണ്ട്? താഴെ ഇയാളെ മറക്കരുത്, ഇയാളെയും കൂടി എഴുതണം കേട്ടോ. താഴെ ആരാ? 5/9 മൈനസ് 4/9 ഉണ്ട്. നോക്കിക്കേ, മുകളിലും താഴെയും ഒരുപോലെ ഉണ്ടെങ്കിൽ, ഗുണനമാണെങ്കിൽ കട്ട്കരോ ആരെ കട്ട് ചെയ്യണം? നോക്കിക്കേ, ഇയാളും ഒരുപോലെ അല്ലേ? അപ്പൊ അയാളെ അങ്ങോട്ട് ഒഴിവാക്കാം. ബാക്കി ആരേ ഉള്ളൂ? ബാക്കി ഇവിടെ 5/9 പ്ലസ് 4/9 ഇവരേ ഉള്ളൂ. ഇവരെങ്ങനെയാ കൂട്ടുക? എങ്ങനെ ഈ 2 ഭിന്നസംഖ്യകളെ കൂട്ടുക? 2 ഭിന്നസംഖ്യകളുടെയും താഴെ ഡിനോമിനേറ്ററിൽ, ഛേദത്തിൽ ഒരേ ആളെ കിടക്കുന്നത്. അപ്പുറത്ത് 9, ഇപ്പുറത്ത് 9. അങ്ങനെയാണെങ്കിൽ ആ 9 നമുക്ക് അങ്ങനെ എഴുതാം. മേലെയുള്ള ആളുകളെ ഡയറക്റ്റ് കൂട്ടിയാൽ മതി. ഈ 5ഉം 4ഉം കൂട്ടിയാൽ മതി. 5ഉം 4ഉം കൂട്ടിയാൽ എത്രയാടാ? 5ഉം 4ഉം കൂട്ടിയാൽ 9. നോക്കും, മേലെ 9, താഴെ 9. മുകളിലും താഴെയും ഒരുപോലെ വന്നാൽ അതിൻ്റെ ഉത്തരം എത്രയാണ്? 1. ഇപ്പൊ 22ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഉറപ്പിച്ച് പറയാം. അത് എത്രയാ? 1 ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് 23ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 23ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം എങ്ങനെയാണ്? 1 പ്ലസ് 1/1 മൈനസ് അര. ഓക്കെ, ഇത് കാണുമ്പോൾ ടെൻഷൻ അടിക്കണ്ട. സിമ്പിളായിട്ട് ലോജിക്കൽ ആലോചിച്ച് ചെയ്താൽ മതി. നമുക്കൊന്ന് നോക്കാം. 1ന്റെ കൂടെ കൂട്ടണം. ആരെ കൂട്ടണം? 1/1 മൈനസ് അര. ഇനി ഒന്ന് നോക്കിക്കടാ,
നമുക്ക് ഈ ബ്രാക്കറ്റിൽ നിന്ന് ചെയ്ത് പുറകിലേക്ക് പോകാം. 1-ൽ നിന്ന് അര കുറച്ചാൽ 1 അതിൽ നിന്ന് ഒരു പകുതി പോയാൽ 1-ൽ നിന്ന് പകുതി പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 1-ൽ നിന്ന് പകുതി പോയാൽ ബാക്കി പകുതി ഉണ്ടാവുള്ളൂ. ഒരു മുഴുവൻ കേക്ക് ഉണ്ട്, അതിൽ നിന്ന് പകുതി കേക്ക് എടുത്താൽ ബാക്കി എത്ര? പകുതി കേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ 1+1/1. ഇനി ഹരണം എന്ന് പറഞ്ഞാൽ എന്താ? ഭാഗം വെക്കുക എന്നുള്ളതാ അല്ലേ? 10/2 എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 10-ൽ എത്ര 2 ഉണ്ട് എന്നാണ് അർത്ഥം. 10-ൽ എത്ര 2 ഉണ്ട്? 10-ൽ 5 2 ഉണ്ടെന്ന് പറയാം. 9/3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 9-ൽ എത്ര 3കളുണ്ട്? എത്ര 3കളുണ്ട്? 3 3കളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലോജിക്ക് ഒന്ന് ആലോചിച്ചേ. 1/1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 1-ൽ എത്ര പകുതിയുണ്ട് അല്ലെങ്കിൽ എത്ര അരയുണ്ട്? 1-ൽ എത്ര അരയുണ്ട്? എത്ര പകുതി ചേർന്നാലാ 1 ആകുക? നമുക്കറിയാം 2 ആണ് അല്ലേ? 2 പകുതി ചേരുമ്പോഴല്ലടാ 1 ആകുന്നത്. അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ ഉത്തരം നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ ഈ 1ഉം ഈ 2ഉം കൂടി കൂട്ടിയാൽ കിട്ടുന്ന 3 ആണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. ഇതാണ് ലോജിക്കൽ ചെയ്യുന്നത്. ഇനി ഇക്വേഷൻ കൂടിയേ തീരൂ എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഇക്വേഷൻ അനുസരിച്ച് ചെയ്യാം. ഓക്കെ, 1+1/1 ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആളെ നമ്മൾ ആദ്യം ചെയ്യുന്നു. 1+1 അതുപോലെ ഞാൻ നിർത്തി. 1 - പകുതി വേണമെങ്കിൽ ക്രോസ് ചെയ്യാം. 1 × 2 2 മൈനസ് 1 × 1 1 ബൈ താഴെ 2 മാത്രം. 2 - 1 എന്ന് പറഞ്ഞാൽ അത് 1/2. അപ്പോൾ താഴെ നമുക്ക് 1/2 എന്ന് കിട്ടി. ഓക്കെ, താഴെ നമുക്ക് 1/2 എന്ന് കിട്ടി. ഇനിയോ 1/1/2 എന്ന് പറഞ്ഞാൽ എന്താ? 1/1/2. ഈ 1-നെ 1/1 എന്ന് എഴുതിയാൽ തെറ്റില്ല. അപ്പോൾ അവിടെ 2 ഭിന്നസംഖ്യാ രൂപത്തിലുള്ള ആളുകളെ കിട്ടും. അപ്പോൾ 2 ഭിന്നസംഖ്യകളെ തമ്മിൽ ഹരിക്കാൻ നമ്മൾ പഠിച്ചു. എന്താ ചെയ്യുക? ആദ്യത്തെ ഭിന്നസംഖ്യ അത് അതുപോലെ എഴുതും 1/1. രണ്ടാമത്തെ ഭിന്നസംഖ്യനെ നമ്മൾ തലകുത്തനെ നിർത്തും അല്ലേ? അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കും. അപ്പോൾ ഗുണിക്കണം 2/1 ഇങ്ങനെ കിട്ടും. ഇനി എങ്ങനെയാ 2 ഭിന്നസംഖ്യകളെ തമ്മിൽ ഗുണിക്കുക? മുകളിലുള്ളവരെ തമ്മിൽ ഗുണിച്ചാൽ മതി അല്ലേ? 1 × 2 2. 1 × 1 1. 2/1 എന്ന് പറഞ്ഞാൽ എത്രയാ? അത് 2 തന്നെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1+ ഇത്രയും ഭാഗത്ത് ചെയ്തപ്പോൾ കിട്ടി 2. അപ്പോൾ 1 2 കൂടി കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 3. അപ്പോൾ കുറച്ച് ലോജിക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഉത്തരത്തിലേക്ക് എത്താം. ഇല്ല, കണക്കിൻ്റെ വഴിയിലൂടെ പോയാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്നാണെങ്കിൽ അങ്ങനെയും പോവാം. എങ്ങനെ പോയാലും കുഴപ്പമില്ല, തെറ്റിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം 3 ആണ്. അത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അങ്ങനെ 24ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: 2/5, 3/4, 8/9, 5/7 ഇതിൽ ഏതാണ് വലിയ ഭിന്നസംഖ്യ എന്നാണ് ചോദ്യം. നമ്മൾ വലുത് കണ്ടുപിടിക്കാനുള്ള കുറേ വഴികൾ നോക്കി. നമുക്ക് പുതിയൊരു വഴി കൂടി പഠിക്കാം. എന്താണ്? ക്രോസ് മെത്തേഡ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഇതെന്താ ഈ സാധനം എന്ന് ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. ആ വഴിയിലൂടെ നമുക്കിത് ചെയ്യാം. ഭിന്നസംഖ്യകൾ ഇതൊക്കെയാണ്: 2/5, 3/4, 8/9, 5/7. ഇപ്പൊ നമ്മളിതിൽ വലുതിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നറിയോ? കൂട്ടത്തിൽ 2 എണ്ണത്തിന് നമ്മൾ ഇങ്ങോട്ട് എടുക്കും. ഇവിടെ ഞാൻ 2/5ഉം 3/4 ഞാൻ പുറത്തേക്ക് എടുത്തു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഇവരെ തമ്മിൽ ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ മുകളിലിരിക്കുന്ന 2ഉം താഴെ ഇരിക്കുന്ന 4ഉം തമ്മിൽ ഗുണിക്കും. 2ഉം 4ഉം തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് 8. എവിടുന്നാ വര ഞാൻ തുടങ്ങിയത്? മേലേന്നാ തുടങ്ങിയത് അല്ലേ? 2ന്റെ അടുത്ത് നിന്ന് ഞാൻ വരച്ച് തുടങ്ങിയത്. അപ്പോൾ അങ്ങേരുടെ മേലെ തന്നെ അത് എഴുതി വെച്ചോ ഈ ഭിന്നസംഖ്യയുടെ. അപ്പോൾ 2/5 എന്ന് പറയുന്ന ഭിന്നസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് ഞാനിവിടെ 8 എന്ന് പറയുന്ന ഒരു വില ഇട്ടു. ഇനി അപ്പുറത്തെ ആശാന്റെ വില കണ്ടുപിടിക്കണ്ടേ? നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ 3ൽ നിന്നാണ് ഞാൻ വരച്ച് തുടങ്ങുന്നത്. 3 × 5 15. ഇപ്പൊ 3/4 എന്ന് പറയുന്ന ഭിന്നസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് ഞാനൊരു വിലയിട്ടു. അത് 15 ആണ്. അപ്പുറത്ത് 8 ആണ്. 8 ആണോ 15 ആണോ വലുത്?
ഓഫ് കോഴ്സ് 15 അല്ലേ? ഇതെന്താ സംശയം? 15 വലുത്. അതായത് ഈ രണ്ടെണ്ണത്തിൽ വലിയ ആളെന്ന് പറയുന്നത് 3/4. അപ്പം ഇനി 2/5 വേണ്ട. ഇനി അടുത്ത ആളെ നമ്മൾ എടുക്കും 8/9. 8/9 സെയിം പരിപാടി നമ്മൾ ചെയ്യുന്നു. 3-ൽ നിന്ന് ഞാൻ വരയ്ക്കുന്ന 9ലേക്ക് 3 ഗുണിക്കണം 9 27. അടുത്തത് 8 ഗുണിക്കണം 4 32. ഇപ്പം ആരാ വലുത്? 27-നേക്കാൾ 32 ബടാ ബടാ ബടാ. അപ്പം ഇനി നമുക്ക് ആരില്ല? 3/4 ഇല്ല. ആശാൻ ചെറുതായി പോയി. ഇനി 8/9 നമ്മൾ എന്ത് ചെയ്യും? അടുത്തൊരു ഭിന്നസംഖ്യ കൂടി ഉണ്ട്. ആരത്? 5/7. അവരെ തമ്മിൽ കമ്പയർ ചെയ്യും. എങ്ങനെ? ക്രോസ് ചെയ്യും. 8 ഗുണിക്കണം 7 8 7 56. 5 ഗുണിക്കണം 9 9 5 45. ആരാടാ വലുത്? 56 ആണോ 45 ആണോ വലുത്? എന്താ സംശയം? 56 അല്ലേ? അപ്പൊ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആളാരാ? അത് 8/9. ക്ലിയർ ആണോ? അപ്പോൾ വലുത് കണ്ടുപിടിക്കാനുള്ള ഒരുപാട് വഴികൾ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറയുന്നുണ്ട്. കാണാത്തവർ ദയവ് ചെയ്ത് അതും കൂടി കാണണം. അപ്പോൾ 8/9 നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം 3 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. 1/3 5/7 2/9. ഈ 3 ഭിന്നസംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതണം. എന്താണ് ആരോഹണ ക്രമം? എന്താണ് ആരോഹണ ക്രമം? ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ വാ ഇല്ലാത്ത ആള്. അവരോഹണത്തിൽ വായുണ്ട്, വാ ഉള്ള ആള് വലിയ ആളാണ്. അപ്പോൾ വലുതിന്ന് ചെറുതിലേക്ക് എഴുതേണ്ടി വന്നേനെ. ആരോഹണത്തിൽ വായില്ലാത്ത ആള് ചെറിയ ആളാണ്. അപ്പൊ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുന്ന ആ ക്രമത്തിൽ എഴുതുന്നതിനെയാണ് ആരോഹണം എന്ന് പറയുന്നത്. എങ്കിൽ ആരോഹണ ക്രമത്തിൽ എഴുതാം. ആരോഹണ ക്രമം ഏറ്റവും ചെറിയ ഭിന്നസംഖ്യനെ കണ്ടുപിടിക്കണം. 1/3 5/7 2/9. എങ്ങനെ ഏറ്റവും ചെറുത് കണ്ടുപിടിക്കുക? നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, 1/3 5/7 ക്രോസ് ചെയ്യാം. 1 ഗുണിക്കണം 7 ഇപ്പുറത്ത് 7 വന്നു. 5 ഗുണിക്കണം 3 15. നമുക്ക് ചെറിയ ആളാണ് വേണ്ടത്. ആരപ്പം ചെറുത്? ചെറിയ ആള് 1/3 ഓക്കെ, അപ്പൊ 1/3 നമ്മൾ നിർത്തി. ഇനി ഒരാളും കൂടി ഉണ്ട് അല്ലേ? ആര്? 2/9. അവരെ തമ്മിൽ കമ്പയർ ചെയ്യണ്ടേ? അപ്പൊ 1 ഗുണിക്കണം 9 ഇവിടെ 9. 2 ഗുണിക്കണം 3 ഇപ്പുറത്ത് 6. അവിടെ 9 ഇവിടെ 6. ആരാ ചെറുത്? 9-നേക്കാൾ 6 ചെറുത്. അപ്പൊ ഏറ്റവും ചെറിയ ആൾ ആര് എന്ന് ചോദിച്ചാൽ അത് 2/9. അത് 2/9. ഇനി രണ്ടാമത്തെ ആളോ? ഇനി ആരാ അടുത്ത ചെറുത്? നമ്മൾ 5/7 1/3 ബാക്കിയുള്ളത്. അതിലാരാ ചെറുത് നമ്മൾ കണ്ടുപിടിച്ചു. ആരാ? 1/3 ചെറുത്. അപ്പൊ അടുത്ത ആൾ ആര് വരും? 1/3 വരും. അടുത്ത ആളോ? ഇനി ഒരാളെ ബാക്കിയുള്ളൂ. അതാരാ? അത് 5/7. ഓക്കെ, 2/9 ചെറുതാണ് 1/3-നേക്കാൾ. 1/3 ചെറുതാണ് 5/7-നേക്കാൾ. ഇതാണ് നമ്മുടെ ക്രമം. 2/9 1/3 2/9 1/3 5/7. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓക്കെ, ഇങ്ങനെ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ചുമ്മാ നിങ്ങൾ ലോജിക്കിൽ ആലോചിച്ചാലും കിട്ടും. എന്താണ് ഇതിന്റെ ലോജിക്ക്? ഇതിന്റെ പുറകിലുള്ള ലോജിക്ക് എന്താ? എടോ 1/3 5/7 2/9. ഓക്കെ, ഒരു വസ്തുവിനെ ഒരേ വലിപ്പമുള്ള 3 വസ്തു കേട്ടോ. ഒരേ വലിപ്പമുള്ള 3 വസ്തു ഏകദേശം ഞാൻ വരയ്ക്കുന്നു. ഇതിൻ്റെ തടിയൊന്നും നോക്കണ്ട കേട്ടോ. ഓക്കെ, ഇത് കുറച്ച് ഗുണ്ടപ്പനായിപ്പോയി. തൽക്കാലം ഇയാളെ കുറച്ചുകൂടി മെലിയിക്കാം. ഓക്കെ, ഒരു വിധത്തിൽ ഒരേ വലിപ്പമുള്ള 3 ആളുകളെ വരച്ചൊപ്പിച്ചു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 1/3 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ചിത്രത്തിൽ ആ വസ്തുവിനെ 3 തുല്യഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗം. ഓക്കെ, ഇനി രണ്ടാമത്തേത് എന്താ? 5/7 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതേ വസ്തുവിനെ ഞാൻ എത്ര ഭാഗങ്ങളാക്കണം? 7 തുല്യഭാഗങ്ങളാക്കണം.
1 2 3 4 5 6 7. അതിൽ എത്ര ഭാഗം എടുക്കണം? 5 ഭാഗം എടുക്കണം. 1 2 3 4 5. ഇനി അടുത്ത പിന്നെ എന്താ? 2/9. 2/9 ഈ വസ്തുവിന് ഞാൻ എത്ര പീസാക്കണം? 9 പീസാക്കി മുറിക്കണം. 9 പീസാക്കി മുറിക്കണം. ഓക്കെ, 9 തുല്യഭാഗങ്ങളാക്കി മുറിച്ചു. അതിൽ നിന്ന് ഞാൻ എത്ര പീസ് എടുക്കണടാ? അതിൽ നിന്ന് ഞാൻ 2 പീസ് എടുക്കണം. ഓക്കെ, ഇനി ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഇതിൽ ഏതാ ഏറ്റവും ചെറുത്? ഏറ്റവും ചെറുത് ഏതാ? 2/9 അല്ലേ? പിന്നെയോ പിന്നത്തെ ചെറുത് ഏതാ? 1/3 അല്ലേ? കൂട്ടത്തിലെ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഇത്രയും ഭാഗം പോയിട്ടുള്ള 5/7. ഓക്കെ, അങ്ങനെ ലോജിക്കലി ആലോചിക്കാം, അല്ലെങ്കിൽ ഈ തരത്തിൽ ക്രോസ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം. എങ്ങനെയായാലും ഉത്തരം തെറ്റരുത്, ശരിയായി ഉത്തരത്തിലേക്ക് എത്തണം. അപ്പോൾ അടുത്ത ചോദ്യം എങ്ങനെയാണ്? 7/8 തുല്യമല്ലാത്തത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ ഓപ്ഷൻസും വെച്ച് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ 14/16. 14നെയും 16നെയും ലഘൂകരിക്കാം, ചെറുതാക്കാം. എങ്ങനെ? 14ഉം 16ഉം ഇരട്ട സംഖ്യകളാണ് അല്ലേ? അപ്പോൾ 2 കൊണ്ട് ചെറുതാക്കാം. 14ൽ എത്ര രണ്ടുകൾ? 7 രണ്ടുകൾ. 16ലോ 8 രണ്ടുകൾ. അപ്പോൾ 14/16 എന്ന് പറയുന്നത് 7/8 തുല്യമാണ്. ഓക്കെ, ഇനി ഓപ്ഷൻ ബി നോക്കാം. 35/40. 35നെയും 40നെയും ലഘൂകരിക്കാം. എന്തുകൊണ്ട്? അവസാനം 5 0 കിടക്കണേ. അപ്പം 5 കൊണ്ട് ചെറുതാക്കാം. 35ൽ എത്ര അഞ്ചുകളുണ്ട് എന്ന് ചോദിച്ചാൽ 7 അഞ്ചുകൾ. 40ൽ എത്ര അഞ്ചുകൾ? 8 അഞ്ചുകൾ. അപ്പം 35/40 ആർക്ക് തുല്യമാണ്? 7/8 തുല്യമാണ്. ഇനി ഓപ്ഷൻ സി ഉണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട്. ഓപ്ഷൻ ഡി നോക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് മനസ്സിലാകും 70/80. ഈ 0 പോയി കഴിഞ്ഞാൽ അതും 7/8 തുല്യമാണ്. അപ്പം ഇല്ലാത്തതാരാ? തുല്യമല്ലാത്തത് ആരാ? അത് 21/32 21/32 നമ്മുടെ ഉത്തരം. ക്ലിയർ അല്ലേ? അപ്പം അടുത്തേക്ക് പോവാം. അപ്പം 27ാമത്തെ ചോദ്യം 15/18 എന്ന് പറയുന്നത് 15/18 എന്ന് പറയുന്നത് x/r തുല്യമാണ്. അത് 10/y തുല്യമാണ്. അത് z/30 തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ x + y + z വില കണ്ടുപിടിക്കണം. സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം സമാന ഭിന്നങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ തുല്യ ഭിന്നങ്ങൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ച് ചെയ്യേണ്ടതാണ്. എന്താണ് സമാന ഭിന്നം എന്ന് പറഞ്ഞാൽ? ഒരു ഉദാഹരണത്തിന് 2/3 സമാന ഭിന്നം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 4ഉം 3നെയും 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 6ഉം. അപ്പൊ 2/3 ഒരു സമാന ഭിന്നമാണ് 4/6. കഴിഞ്ഞില്ല. 2നെ നേരത്തെ ഞാൻ 2 കൊണ്ടല്ലേ ഗുണിച്ചത്, ഞാൻ 3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പം എന്ത് കിട്ടും? ഇവിടെ 6 കിട്ടും. ഇവിടെയോ 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ 9 കിട്ടും. അപ്പോൾ 6/9 ഇതിൻ്റെ ഒരു സമാന ഭിന്നാണ്. കഴിഞ്ഞില്ല. ഇനി 4 കൊണ്ട് ഗുണിച്ചാലോ ഇവിടെ 8 കിട്ടും. താഴെ 3നെ 4 കൊണ്ട് ഗുണിച്ചാലോ 12 കിട്ടും. കഴിഞ്ഞോ? അപ്പം ഞാൻ 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടേ ഗുണിച്ചിട്ടുള്ളൂ. എനിക്കിനി 5 6 7 8 അങ്ങനെ അവസാനമില്ലാതെ ഗുണിക്കാം. അപ്പോൾ എത്ര വലിയ സംഖ്യയാണെങ്കിലും, ഇപ്പോൾ 200/300 ഒരു ഉദാഹരണമാണ്. 200/300നെ ചെറുതാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എവിടേക്ക് എത്തും? ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് എത്തിക്കും. ആ ചെറിയ രൂപം എന്ന് പറയുന്നത് എന്താ? അത് ഇവിടെ 2 0, ഇവിടെ 2 0. വെട്ടിക്കളഞ്ഞാൽ 2/3. ഓക്കെ, അങ്ങനെ വെട്ടിച്ചെറുതാക്കി ഇനി വെട്ടാൻ പറ്റാത്ത അത്ര ചെറുതാക്കും നമ്മൾ. അതിൻ്റെ ലഘുരൂപം എന്ന് പറയുന്നത് എന്താണോ അതാണ് ഇതിൻ്റെ ബേസ്. ബാക്കിയെല്ലാം ഈ ബേസിന് സമാനമായിട്ടുള്ള ഭിന്നങ്ങളാണ്, ഇതിന് ഈക്വൽ ആയിട്ടുള്ള തുല്യ ഭിന്നങ്ങളാണ്. കൺസെപ്റ്റ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കിക്കേ, 8/12 ചെറുതാക്കിയാൽ 8ഉം 12ഉം എന്തുകൊണ്ട് ചെറുതാക്കാം?
4 കൊണ്ട് ചെറുതാക്കാം അല്ലേ? 8-ൽ എത്ര 4 എന്ന് ചോദിച്ചാൽ 2 4കൾ. 12-ൽ എത്ര 4കൾ എന്ന് ചോദിച്ചാൽ 3 4കൾ. നോക്കിക്കേ, ഇവിടെ ഇരിക്കുന്ന എല്ലാ സമാന ഭിന്നങ്ങളെയും ചെറുതാക്കിയാൽ എവിടേക്ക് എത്തും? അത് 2/3 എന്ന് പറയുന്ന ആ ധാതു രൂപത്തിലേക്ക്, ആ ലഘു രൂപത്തിലേക്ക് എത്തും. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 15/18 തുല്യം. അപ്പോൾ ഈ 15/18 ആദ്യം എന്താക്കണം? ഇതിന്റെ ലഘു രൂപത്തിലേക്ക് എത്തിക്കണം, ഇതിന്റെ ധാതു രൂപത്തിലേക്ക് എത്തിക്കണം. എടാ ചെറുതാക്കാലോ നമുക്ക്. 15ഉം 18ഉം എന്തുകൊണ്ട് ചെറുതാക്കാം? എത്ര വെച്ച് ചെറുതാക്കാം നമുക്ക്? 2നെയും 3 കൊണ്ട് ചെറുതാക്കാലോ അല്ലേ? 15-ൽ എത്ര 3കൾ? 15-ൽ 5 3കൾ. 18-ൽ എത്ര 3കൾ? 18-ൽ 6 3കൾ. അപ്പോൾ 15/18 എന്ന് പറയുന്നതിൻ്റെ ലഘുരൂപം നമുക്ക് കിട്ടി, അത് 5/6 ആണ്. ഓക്കെ, അപ്പോൾ 5/6 എന്നതിനെ ഞാൻ എടുക്കുന്നു. 5/6 എന്ന് പറയുന്നത് x/6 തുല്യമാണ്. ഓക്കെ, ഫസ്റ്റത്തെ സാധനം ഞാൻ എടുത്തു. ഇനി നിങ്ങൾക്ക് ഇതിന്ന് പറയാലോടാ, എത്രയാണ് എക്സിൻ്റെ വില? എക്സിൻ്റെ വില എന്താ? ഇവിടുത്തെ താഴത്തെ 6 സെയിം ആണ് അല്ലേ? 6നെ 1 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 6 കിട്ടിയത്. അപ്പോൾ ഇവിടെ ആരായിരിക്കും? ഇവിടെ 5നെ 1 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും അപ്പുറത്തും. അപ്പോൾ എക്സിൻ്റെ വില എന്താ? 5 തന്നെ. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്തത് ഈ 5/6 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഇനി അടുത്ത് നോക്കിക്കോ, 10/y ഈക്വലാണ്. 10/y എന്നതിന് ഈക്വലാണ്. നോക്കിക്കടാ, ഈ 5 10 ആകാൻ നമ്മളിവിടെ എന്താ ചെയ്തത്? 5 10 ആകാൻ 5ൻ്റെ ഇരട്ടി എടുത്തു അല്ലേ? അപ്പോൾ ഇവിടെ വൈൻ്റെ വില എന്തായിരിക്കും? y എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് 6ൻ്റെ ഇരട്ടിയായിരിക്കും. സംശയമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ 6ൻ്റെ ഇരട്ടി ആയിരിക്കും y. അപ്പോൾ y എത്രയാ? y എന്ന് പറയുന്നത് 12. അപ്പോൾ എക്സ് കിട്ടി, വൈയും കിട്ടി. ഇനി ഒരു സാധനം കൂടി ഉണ്ട് അല്ലേ? എന്താണത്? 5/6 എന്ന് പറയുന്നത് z/30 ഈക്വലാണ്. 5/6 എന്ന് പറയുന്നത് z/30 ഈക്വലാണ്. നോക്കാം നമുക്ക്. 6 30 ആകാൻ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 5 കൊണ്ട് ഗുണിച്ചു അല്ലേ? അപ്പോൾ സെഡിൻ്റെ വില കിട്ടാൻ എന്ത് ചെയ്യണം? മേലെയും 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ സെഡ് എന്ന് പറയുന്നത് എത്രയാടാ? 5 × 5 25. അപ്പോൾ എക്സിൻ്റെ വില കിട്ടി, വൈൻ്റെ വില കിട്ടി, സെഡിൻ്റെ വില കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇത് 3ഉം കൂടി കൂട്ടിയാൽ കിട്ടുന്നത് എത്ര എന്നുള്ളതാണ്. 3ഉം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? എക്സ് എന്ന് പറയുന്നത് 5, വൈ എന്ന് പറയുന്നത് 12, സെഡ് എന്ന് പറയുന്നത് 25. കൂട്ടിയാൽ 25ഉം 5ഉം 30, 30ഉം 12ഉം 42 ആണ് നമ്മുടെ ശരിയായ ഉത്തരം. 42 എവിടെ കിടക്കുന്നു? 42 ഓപ്ഷൻ സിയിൽ കിടക്കുന്നു. ദാറ്റ്സ് അവർ റൈറ്റ് ആൻസർ. മക്കളങ്ങനെ 28ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചോദ്യം എങ്ങനെയാടാ? 6 11 7 പ്ലസ് 13 22 15 മൈനസ് 7 55 3 മൈനസ് എക്സ് എന്ന് പറയുന്നത് 7 110 13. ഇങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. അപ്പോൾ എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്ന പരിപാടി, ഈ മൈനസ് എക്സിനെ ഈ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ അത് പ്ലസ് എക്സ് ആവും. ബാക്കിയുള്ളവർ അതുപോലെ എഴുതിയാൽ പോരെ. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 6 7/11 പ്ലസ് 13 15/22 മൈനസ് 7 3/55 മൈനസ് 7 13/110. അതെങ്ങനെയാണ് അവസാനത്തെ ആൾ വന്നതെന്ന് മനസ്സിലായോ? ഈ സമത്തിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന 7 13/110 സമമെന്ന് പറയുന്ന മാന്ത്രിക വാതിൽ തുറന്നിട്ട് ഇടത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അതെന്താകും? ആരാണോ ആ മാന്ത്രിക വാതിലിനകത്തൂടെ അപ്പുറത്തേക്ക് പോകുന്നത്, അയാൾ നേരെ ഓപ്പോസിറ്റ് ആകും. പ്ലസ് ആണ് പോകുന്നതെങ്കിൽ മൈനസും, മൈനസ് ആണ് പോകുന്നതെങ്കിൽ പ്ലസും, ഗുണനം പോയാൽ ഹരണം, ഹരണം പോയാൽ ഗുണനം, ഒരാണാണ് പോകുന്നതെങ്കിൽ പെണ്ണാകും, പെണ്ണാണ് പോകുന്നതെങ്കിൽ ആണാകും. അങ്ങനെ നേരെ ഉൾട്ടയാവും. സെറ്റാണേ? ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് എക്സിൻ്റെ വില കിട്ടും. നോക്കിക്കടാ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യാം, ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, ഇതിനൊരു സാധാരണ ഭിന്നരൂപത്തിലേക്കൊക്കെ മാറ്റി ചെയ്യാം.
ഇനി അത്രയും മെനക്കെടണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വേറൊരു വഴി കൂടി പറഞ്ഞു തന്നിട്ടില്ലേ? എന്താണ്? ഈ മിശ്ര ഭിന്നങ്ങളിലെ പൂർണ്ണസംഖ്യകളെ മാത്രം ഇങ്ങോട്ടെടുക്കുക. ആരൊക്കെയാണത്? ഒരു 6 ഉണ്ട്, പ്ലസ് അടുത്ത ആരാ? ചിഹ്നം മാറരുത് കേട്ടോ. ഒരു 13 ഉണ്ട്, ഇവിടെ -7, അവിടെ ഒരു -7. ഇത് ചെയ്താൽ എത്ര? ഞാൻ പറഞ്ഞു, പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും ഒരുമിച്ച് ക്രിയ ചെയ്യേണ്ടി വന്നാൽ, ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് സംഖ്യകൾ കയ്യിലുള്ള കാശായിട്ട് കരുതണം, നെഗറ്റീവ് സംഖ്യകളോ കൊടുത്തു തീർക്കാനുള്ള കടമായിട്ട് കരുതണം. നോക്കിക്കേ, ഒരു 6 രൂപ നമ്മുടെ പോക്കറ്റിലുണ്ട്, ഒരു 13 രൂപയും കൂടി നമ്മുടെ പോക്കറ്റിലേക്ക് വന്നു. അപ്പൊ മൊത്തം നമ്മുടെ പോക്കറ്റിൽ എത്ര രൂപയുണ്ട്? 19 രൂപയുണ്ട്. ഇനി എത്ര രൂപ നമ്മൾ അതിന് കൊടുക്കണം? എത്ര രൂപ കൊടുക്കണടാ? -7, ഒരു 7 രൂപ കൊടുക്കണം കടം. വീണ്ടും ഒരു -7, ഒരു 7 രൂപയും കൂടി കൊടുക്കണം. അപ്പൊ മൊത്തത്തിൽ എത്ര രൂപ കൊടുക്കണം? മൊത്തത്തിൽ 14 രൂപ കൊടുക്കണം. അപ്പൊ 19-ൽ നിന്ന് 14 പോയാൽ 19 രൂപ പോക്കറ്റിൽ, 14 രൂപ കടം. അങ്ങനെ 19-ൽ നിന്ന് 14 പോയാൽ ബാക്കി 5. അപ്പൊ പൂർണ്ണസംഖ്യകൾ നമ്മൾ ചെയ്തൊരു സൈഡിലേക്ക് വെച്ചു. ഇനി ആരുണ്ട്? കഴിഞ്ഞിട്ടില്ല, അവിടെ കിടക്കുന്നു ഭിന്നരൂപങ്ങള്. 7/11 പ്ലസ് 15/22 മൈനസ് 3/55 മൈനസ് 13/110. ഓക്കെ, 2-ലധികം ഭിന്നസംഖ്യകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്? താഴെ കിടക്കുന്ന ഛേദങ്ങളുടെ LCM കാണണം. LCM കാണാനുള്ള എളുപ്പവഴി എന്താ? ആ കൂട്ടത്തിൽ ആരാണോ വലുത് അങ്ങേരെടുക്കുക. ഇവിടെ ആരാ വലുത്? 110 വലിയ മനുഷ്യൻ. 110 110ന്റെ ഗുണന പട്ടികയിൽ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ? 110 ഗുണം 1 110. ഇനി 55ന്റെ ഗുണന പട്ടികയിൽ ഇയാളുണ്ടോ? നമുക്കറിയില്ലേ, 55ന്റെ ഇരട്ടിയാണ് 110 എന്നുള്ളത്. 55ന്റെ ഗുണന പട്ടികയിൽ ആരുണ്ട്? 110 ഉണ്ട്. ഇനി 22ന്റെ ഗുണന പട്ടികയിൽ അങ്ങേരുണ്ടോ? ഉണ്ടോ? 22നെ 5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് എത്രയാടാ? അതും 110 ആണ്. 11ന്റെ ഗുണന പട്ടികയിലും അയാളുണ്ട്. 11 ഗുണം 10 110 ആണ്. 11 ഗുണം 10 110 ആണ്. അപ്പൊ 110 എന്ന് പറയുന്ന ആ ഭീകരൻ, ആ ഭീമൻ 55ന്റെ ഗുണന പട്ടികയിലുണ്ട്, 22ന്റെ ഗുണന പട്ടികയിലുണ്ട്, 11ന്റെ ഗുണന പട്ടികയിലുണ്ട്. അപ്പൊ LCM ആരാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. LCM എന്ന് പറയുന്നത് ആരാ? അത് 110 ആണെന്ന് ഉറപ്പിച്ച് പറയാം. ഇനി എന്ത് ചെയ്യണം? ഇനി മേലിരിക്കുന്ന അംശങ്ങളെ ഗുണിക്കണം. ആരെ വെച്ച് ചെയ്യാം? ആദ്യത്തെ ഭിന്നസംഖ്യയുടെ അംശം മുകളിലിരിക്കുന്ന ആള് 7. ആ 7നെ ഗുണിക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം? ഈ ഭിന്നസംഖ്യയുടെ താഴെ കിടക്കുന്ന ആള് 11. ആ 11നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോഴാണോ 110 ആയത്, അതേ സംഖ്യ കൊണ്ട് മുകളിലും നമ്മൾ ഗുണിക്കുന്നു. 11 110 ആകാൻ നമ്മൾ 10 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ മുകളിൽ കിടക്കുന്ന 7നെയും 10 കൊണ്ട് ഗുണിക്കണം. സെറ്റ്. പ്ലസ്, ചിഹ്നം മാറരുതേ, പ്ലസ് കണ്ടാ പ്ലസ് തന്നെ ഇടണം. ഓക്കെ, അടുത്ത അംശം അടുത്തത് ആരാ? അടുത്തത് 15 ആണ്. 15നെ ഗുണിക്കണം. ആരെ കൊണ്ട്? താഴെ കിടക്കുന്ന 22 110 ആകാൻ 22നെ ഏത് സംഖ്യ കൊണ്ടാണോ ഗുണിച്ചത്? ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചത്? അവിടെ 5 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ മുകളിൽ ഇരിക്കുന്ന 15നെയും 5 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, മൈനസ് അടുത്ത ആളാരാ? അടുത്ത ആള് 3. 3നെ ഗുണിക്കണം. താഴെയുള്ള 55 110 ആകാൻ 2 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ മുകളിലുള്ള 3നെയും 2 കൊണ്ട് ഗുണിക്കണം. മൈനസ് അടുത്ത ആള് 13. 13നെ ഗുണിക്കണം. എന്തുകൊണ്ട്? താഴെ കിടക്കുന്ന 110 ആകാൻ 1 കൊണ്ടല്ലടാ ഗുണിച്ചത്. അപ്പൊ മുകളിലും 1 കൊണ്ട് തന്നെ ഗുണിക്കണം. ഇത് ചെയ്താൽ കിട്ടുന്നത് എന്താ? ഇത് ചെയ്താൽ കിട്ടുന്നത് 7 ഗുണം 10 എന്ന് പറയുന്നത് 70. 15 ഗുണം 5 എന്ന് പറയുന്നത് എത്രയാ? 50 25 75. മൈനസ് 3 ഗുണം 2 6 മൈനസ് 13 ഗുണം 1 എന്ന് പറയുന്നത് 13 ഓൾ ഡിവൈഡഡ് ബൈ 110. ഓക്കെ, സെയിം പരിപാടി ഇനി ആലോചിച്ചേ. 70 രൂപ പ്ലസ് പോക്കറ്റിൽ, വീണ്ടും ഒരു 75 രൂപ പോക്കറ്റിൽ. അപ്പൊ മൊത്തം നമ്മുടെ പോക്കറ്റിൽ എത്രയുണ്ട്? 70ഉം 75ഉം 145 രൂപ നമ്മുടെ പോക്കറ്റിലുണ്ട്. ഇനി എത്ര രൂപ കടം? എടാ, ഇവിടെ ഒരു 6 രൂപ കടം, വീണ്ടും ഒരു 13 രൂപ കടം. അപ്പൊ മൊത്തത്തിൽ എത്ര രൂപ കടം? മൊത്തത്തിൽ 19 രൂപ കടം. ഓക്കെ,
ബൈ 110. 145 രൂപ നമ്മുടെ പോക്കറ്റിലുണ്ട്, 19 രൂപ കൊടുക്കാനുണ്ട്. 145 19 പോയാൽ ബാക്കി എത്ര എന്ന് ചോദിച്ചാൽ എത്രയാ? എത്ര വരും? 145 10 പോയാൽ 135, 135 ഒരു 10 കൂടി പോയാൽ 125, 10 പോകണ്ട, അപ്പൊ 126. 126 ബൈ 110 കിട്ടും. 126 ബൈ 110. എടാ, ഈ രണ്ടെണ്ണത്തിനെ നമുക്ക് ചെറുതാക്കാം അല്ലേ? മേലെ കിടക്കുന്ന 126 ഇരട്ട സംഖ്യയാണ്, താഴെ കിടക്കുന്ന 110 ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ രണ്ടും കൊണ്ട് ചെറുതാക്കാം. പകുതി കണ്ടാൽ മതി. പകുതി കണ്ടാൽ 126ന്റെ പകുതി എത്രയാ? 120ന്റെ പകുതി 60 അപ്പൊ 6ന്റെ പകുതി 3, അപ്പൊ 63 എന്ന് കിട്ടി. 110ന്റെ പകുതിയോ? 110ന്റെ പകുതി അത് 55. അപ്പൊ 63 ബൈ 55 എന്ന് കിട്ടി. നമ്മൾ ഇതിനെ മിശ്ര രൂപത്തിലേക്ക് മാറ്റുന്നു. 63ൽ നിന്ന് 63ന് 55 കൊണ്ട് വേണമെങ്കിൽ ഇവിടെ ഹരിക്കാം. ഞാനിത് തൽക്കാലത്തേക്ക് ഇത് മായ്ക്കുന്നുണ്ട്. വേണമെങ്കിൽ 63നെ 55 കൊണ്ട് ഹരിക്കാം. 63ൽ എത്ര 55 ഉണ്ട്? ഒരു 55 ഉള്ളൂ അല്ലേ? 63ൽ നിന്ന് 55 പോയാൽ ബാക്കി 8. ഇങ്ങനെ കിട്ടും. അപ്പോൾ മിശ്രരൂപം എന്താ? കിട്ടിയ ഉത്തരം നമ്മൾ വലുതാക്കി എഴുതും. കിട്ടിയ ഉത്തരം 1 അല്ലേ? അപ്പം അത് വലുതാക്കി എഴുതും. താഴെ കിടക്കുന്നവൻ മുകളിലേക്ക് വരും. താഴെ കിടക്കുന്നവൻ മുകളിലേക്ക് വരും ബൈ എന്തുകൊണ്ടാണോ ഹരിച്ചത് അത് താഴെ പോകും. അപ്പൊ കിട്ടിയേ 1 8 ബൈ 55. ഇതെന്താണ്? ഇത് ഭിന്നരൂപങ്ങൾ മാത്രമാണ്. കഴിഞ്ഞോ നമ്മുടെ ഉത്തരം? ഇല്ല. ഈ പൂർണ്ണസംഖ്യകളെ കൂട്ടിയപ്പോൾ കിട്ടിയതും ഭിന്നരൂപങ്ങളെ കൂട്ടിയപ്പോൾ കിട്ടിയതും ഒരുമിച്ച് ചേർക്കണം. അപ്പൊ എന്താകും? 5 പ്ലസ് 1 8 ബൈ 55 എന്നാകും. ഓക്കെ, 1 8 ബൈ 55 എന്ന് പറഞ്ഞാൽ എന്താ? 1 പ്ലസ് 8 ബൈ 55 എന്നാ, അതറിയാലോ. ഓക്കെ, അപ്പൊ ഈ 5ഉം 1ഉം കൂടി കൂട്ടിയാൽ 6 8 ബൈ 55 എന്ന് കിട്ടും നമ്മുടെ ഉത്തരം. 6 55 8, 6 55 8. അതാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ മക്കളെ, നമ്മുടെ അടുത്ത ചോദ്യം 29ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. എക്സ് പ്ലസ് 3 ഓൾ ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് 2x പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 9 എന്നതിന് തുല്യമാണെങ്കിൽ എക്സിന്റെ വില എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്യാം ചെയ്യാം ചെയ്യാം. എങ്ങനെ ചെയ്യാം? എക്സ് പ്ലസ് 3 ബൈ 7 എന്ന് പറയുന്നത് 2x പ്ലസ് 1 ബൈ 9 എന്നതിന് തുല്യമാണ്. നമ്മൾ ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്താൽ എന്ത് കിട്ടും? 9 ഗുണിക്കണം ഇവിടെ ആരാ? എക്സ് പ്ലസ് 3 എന്നത് 7 ഗുണിക്കണം 2x പ്ലസ് 1 ഈക്വൽ ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കടാ, ബ്രാക്കറ്റിന് പുറത്ത് ഒരാളുണ്ട് അല്ലേ? 2 ബ്രാക്കറ്റിന് പുറത്ത് ഓരോരുത്തരുണ്ട്. ഈ ഒരാളെ നമ്മൾ ബ്രാക്കറ്റിനകത്തുള്ള 2 ആളുകളെ കൊണ്ട് ഗുണിക്കും. ഇത്രയുള്ള പരിപാടി. 9 ഗുണിക്കണം എക്സ് ചെയ്താൽ 9x, നടുവിലുള്ള ചിഹ്നം പ്ലസ് 9 ഗുണിക്കണം 3 ചെയ്താൽ 27 എന്ന് പറയുന്നത്. ഇനി അപ്പുറത്തും കൂടി ചെയ്യുന്നത് പോലെ 7 ഗുണിക്കണം 2x, 7 ഗുണിക്കണം 2x 14x. ഓക്കെ, നടുവിലുള്ള ചിഹ്നം പ്ലസ് 7 ഗുണിക്കണം 1 അത് 7 തന്നെ. ഇത്രയും ക്ലിയർ ആണല്ലോ. എങ്കിൽ എക്സിന്റെ വില കണ്ടുപിടിക്കാൻ എക്സ് ഉള്ള പദങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ചാക്കും. ഇവിടെ ഒരു 14x ഉണ്ട്, ഇപ്പുറത്തൊരു 9x ഉണ്ട്. നമുക്ക് 14xൽ നിന്ന് 9x കുറയ്ക്കുന്നതല്ലേ എളുപ്പം. അപ്പൊ ഈ 9xനെ നമുക്ക് അപ്പുറത്തേക്ക് തട്ടാം. അപ്പുറത്തേക്ക് തട്ടിയാലുള്ള ഗുണം എന്താ? ഇവിടെ പ്ലസ് 9x ആണ്. അത് സമമെന്ന് പറയുന്ന മാന്ത്രികവാതിൽ തുറന്നിട്ടാണ് അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പൊ എന്താകും? ഇവിടെ 27 ഉണ്ട്, അയാൾ അവിടെ നിൽക്കട്ടെ. ഇപ്പുറത്തുള്ള പ്ലസ് 7നെ ഞാൻ ഇപ്പുറത്തേക്ക് വലിച്ചു. ഇപ്പുറത്തേക്ക് വന്നാൽ എന്താവും? പ്ലസ് 7 എന്നത് -7 ആകും. ഓക്കെ, ഇവിടെ ആരുണ്ടടാ? ഇവിടെ ഓൾറെഡി 14x ഉണ്ട്. ഈ 9x അത് പോസിറ്റീവാണ്. അത് സമം എന്ന് പറയുന്ന മാന്ത്രികവാതിൽ തുറന്നിട്ടാണ് അപ്പുറത്തേക്ക് പോകുന്നത്. അത് അപ്പോൾ നെഗറ്റീവ് ആകും, നേരെ ഓപ്പോസിറ്റ് ആകും. അപ്പൊ 27ൽ നിന്ന് 7 കുറച്ചാൽ കിട്ടുന്ന 20 എന്ന് പറയുന്നത് 14xകളിൽ നിന്ന് 9x പോയാൽ കിട്ടുന്ന
5x തുല്യമാണെന്ന് കിട്ടി. 14x നിന്ന് 9x പോയാൽ കിട്ടുന്ന 5x തുല്യമാണ് എങ്കിൽ എക്സിന്റെ വില എന്താണ്? എക്സിന്റെ വില എന്താണ്? എക്സിന്റെ കൂടെ നിൽക്കുന്ന ഈ ഗുണിക്കണം 5 നമുക്ക് അപ്പുറത്തേക്ക് തട്ടിയാൽ പോരെ. ഗുണിക്കണം 5 അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? അത് ഹരിക്കണം 5 ആകും. ഇപ്പൊ ഇവിടെ ആരുണ്ട്? ഓൾറെഡി ഇവിടെ 20 ഉണ്ട്. അയാൾ അവിടെ നിൽക്കട്ടെ. ഇനി ആര്? ഒരു ഹരണം 5 കൂടി. അപ്പൊ 20/5 എന്ന് പറഞ്ഞാൽ 20-ൽ എത്ര 5 ഉണ്ട്? 20-ൽ 4 5. 4 5 ആണ് 20. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം എക്സിന്റെ വില എന്ന് പറയുന്നത് 4. എക്സിന്റെ വില ഓപ്ഷൻ ഡി, അത് 4 ആണ്. അങ്ങനെ 30ാമത്തെ ചോദ്യത്തിലേക്ക് എത്തി. 30ാമത്തെ ചോദ്യം പറയുന്നത് ഒരു സംഖ്യ, ആ സംഖ്യയുടെ 7-ൽ1 ഭാഗം എടുത്തു, അതിൻ്റെ 4-ൽ1 ഭാഗം എന്ന് പറയുന്നത് 40 ആണെങ്കിൽ ഏതാണ് ആ സംഖ്യ? ഏതാണ് ആ സംഖ്യ എന്നാണ് ചോദ്യം. അപ്പം നമുക്കിത് കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിച്ചേ പറ്റൂ. സംഖ്യ നമുക്കറിയില്ല, സോ നമ്മളതിനെ എക്സ് എന്ന് എടുത്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സംഖ്യയുടെ അല്ലെങ്കിൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ഗുണനം ചേർക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? ഗുണിക്കണം ഇടുക. ഓക്കെ, ആ സംഖ്യയുടെ 7-ൽ1 ഭാഗം അതിൻ്റെ കണ്ട അവിടെ ഇൻ്റെ എന്ന് കണ്ട അപ്പം എന്ത് ചെയ്യണം? ഇൻ്റെ അല്ലെങ്കിൽ ഉടെ കണ്ടാൽ അവിടെ ഇൻറ്റു ഇടുക. ഓക്കെ, ഇൻറ്റു 1/4 ഭാഗം. ഇത് എന്തിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് 40-ന് ഈക്വൽ ആണ്. എങ്കിൽ സംഖ്യ ആണ് കണ്ടുപിടിക്കേണ്ടത്, എക്സിന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്താ ചെയ്യുക? എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ നമ്മളൊരു ഭാഗത്ത് നിർത്തും, ബാക്കി എല്ലാവരെയും തട്ടി അപ്പുറത്തേക്കാക്കും അല്ലേ? ഇപ്പൊ എക്സിനെ ഞാനിവിടെ നിർത്തി, ബാക്കി ഇത്രയും ആളുകളെ നമുക്ക് അപ്പുറത്തേക്ക് ചാടിക്കണം. അപ്പൊ സമത്തിന്റെ അപ്പുറത്ത് ആരുണ്ട്? ഓൾറെഡി അവിടെ ഒരു 40 കിടക്കുന്നു. അവിടെ ഒരു 40 ഉണ്ട്. 1/7 ഗുണനം 1/7 ആണ്. അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകും? അത് ഹരണം 1/7 ആകും. ഹരണം 1/7 എന്ന് പറഞ്ഞാൽ അതിന്റെ വിൽക്രമം എടുത്താൽ മതി. വിൽക്രമം എടുത്ത് ഗുണിക്കുന്ന പരിപാടിയല്ലേ? വിൽക്രമം എത്രയാടാ? വിൽക്രമം 7. ഓക്കെ, ഇനി 1/4 വിൽക്രമം അത് 4. ഇത് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? സംഖ്യ. 7 × 4 28. 28 × 4 28 × 4 4 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി മറന്നു പോയിട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞേ. 28 × 4 എന്താണ് എളുപ്പവഴി? 4 കൊണ്ട് ആരെയാണോ ഗുണിക്കുന്നത് ആ സംഖ്യയുടെ ഇരട്ടി എടുക്കുക, വീണ്ടും ഇരട്ടി എടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ 28-നെയാണ് നമ്മൾ 4 കൊണ്ട് ഗുണിക്കുന്നത്. 28-ന്റെ ഇരട്ടി എത്രയാ? 28-ന്റെ ഇരട്ടി 56. 56-ന്റെ ഇരട്ടി എത്രയാ? 56-ന്റെ ഇരട്ടി 112. അപ്പൊ നമ്മുടെ ഉത്തരം 112 എഴുതി ഒരു 0 ഇട്ടു. എത്രയാണ് ഉത്തരം? ആ സംഖ്യ എന്ന് പറയുന്നത് 1120 ആണ്. ഓപ്ഷൻ 1120 എന്നത് ഡി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ മക്കളെ, ഓരോ ചോദ്യങ്ങളും കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ കണ്ട് മനസ്സിലായില്ലെങ്കിൽ 1 തവണയോ 2 തവണയോ കൂടി അത് റിപ്പീറ്റ് ചെയ്ത് കാണണം. ഓക്കെ, ഒരു പോയിന്റ് പോലും ഇടാതെ പലരും ഈ ഡബിൾ ടാപ്പ് ചെയ്ത് 10 സെക്കൻഡ് അടിച്ചു വിട്ട് കാണുന്ന പലരും ഉണ്ടാവും. അങ്ങനെ ചെയ്യരുത്. ഓരോ ചോദ്യങ്ങളും നമ്മുടെ ആവശ്യം എന്താ? ഇത് പഠിക്കണം. ഇത് നമ്മുടെ മനസ്സിലേക്ക് തറമാക്കി കയറ്റണം. എക്സാം ഹാളിൽ വരുന്ന സമയത്ത് ഇതിന് സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റണം. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഉറപ്പായും അടുത്ത ചോദ്യ പേപ്പറുകളിൽ ഇതിന് സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും എന്നത് 110% ഉറപ്പാണ്. അതുകൊണ്ട് വിടാതെ പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടും. മക്കളെ, അങ്ങനെ 31ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചോദ്യം എങ്ങനെയാണ്? രവി ദിവസവും 5 2/3 മണിക്കൂർ പഠിക്കുന്നു. ആ പഠിക്കുന്ന സമയത്തിൽ 2 4/5 മണിക്കൂർ പഠിക്കുന്നത് സയൻസും മാത്സും ആണ്. അപ്പോൾ ബാക്കി വിഷയങ്ങൾക്ക് എത്ര സമയമാണ് രവി എന്ന് പറയുന്ന ആള് പഠിക്കാൻ വേണ്ടിയിരിക്കുന്നത്? ആശാ നമ്മുടെ ആളാണെന്ന് തോന്നുന്നു അല്ലേ? കൂടുതൽ സമയം കണക്കിനും മാത്സിനും വേണ്ടിയിട്ടാണ്, കണക്കിനും സയൻസിനും വേണ്ടിയിട്ടാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി എത്ര സമയം മറ്റ് വിഷയങ്ങൾ പഠിക്കുന്നു എന്ന് നോക്കാം. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? രവി ആകെ പഠിക്കുന്ന സമയം എന്ന് പറയുന്നത് 5 2/3 മണിക്കൂറാണ്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? അതിൽ നിന്ന് കുറയ്ക്കണം. എന്ത്? സയൻസും മാത്സും പഠിക്കുന്ന ടൈം 2 4/5.
ഇത് കുറച്ചാൽ കിട്ടുന്നതായിരിക്കും രവി മറ്റ് വിഷയങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന സമയം. എങ്കിൽ നമുക്ക് നോക്കാം. രണ്ടും മിശ്ര ഭിന്നമായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒരു സാധാരണ ഭിന്ന രൂപത്തിലേക്ക് മാറ്റാം. ആദ്യം ഗുണിക്കണം, പിന്നെ കൂട്ടണം. അപ്പോൾ 5 ഗുണം 3 എന്ന് പറയുന്നത് 15. 15ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 17. 17/3 എന്ന് ഇവിടെ കിട്ടും. അപ്പുറത്തോ 2 ഗുണം 5 10. 10ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 14. 14/5. ഓക്കെ അല്ലേ? ഇനി ഇതിനെ ക്രോസ് ചെയ്താൽ മതി. 17 ഗുണം 5 എന്ന് പറയുന്നത് എത്രയാ? 15 50 7 35. അപ്പോൾ 85 എന്ന് കിട്ടും. മൈനസ് 14 ഗുണിക്കണം 3 എന്ന് പറയുന്നത് 30ഉം 12ഉം കൂടിയാൽ കിട്ടുന്ന 42. ഓക്കെ, എന്താ ഈ 30ഉം 12 എന്നൊക്കെ സംശയം ഉണ്ടാവും. ഞാൻ മനസ്സിൽ ചെയ്യുന്നത് ഇങ്ങനെയാട്ടോ, അതും കൂടി പറയാം. ഇപ്പോൾ 14 ഗുണിക്കണം 3 എന്ന് ഞാൻ ചെയ്യുന്നതിന് പകരം 14 എന്ന് പറയുന്നത് 10ഉം 4ഉം കൂടി ചേരുന്നതാണ് അല്ലേ? അപ്പോൾ 10 മൂന്നുകൾ എത്ര എന്നുള്ളത് ഞാൻ നോക്കും. അതുപോലെ 4 മൂന്നുകൾ ചേരുന്നത് എത്രയെന്ന് നോക്കും. 10 മൂന്നുകൾ ചേർന്നാൽ എനിക്ക് 30 കിട്ടും. 4 മൂന്നുകൾ ചേർന്നാൽ 12 കിട്ടും. അതായിരിക്കും ടോട്ടൽ ആൻസർ. അങ്ങനെയാണ് എനിക്കിവിടെ 42 കിട്ടിയത്. ഓക്കെ, ഇതേ മെത്തേഡാട്ടോ ഞാൻ ഇവിടെ ചെയ്തത്. 85 അങ്ങനെ ചെയ്ത്. ഇനി ചില ആളുകൾക്ക് ഡൗട്ട് വരണ്ട, അതുകൊണ്ട് ഞാൻ അതുകൂടി പറയാം. എന്ത് ചെയ്തു? എനിക്ക് 17 ഗുണിക്കണം 5 ചെയ്യണം. ഞാൻ ഈ 17നെ അങ്ങോട്ട് മുറിച്ചു, സ്പ്ലിറ്റ് ചെയ്തു. 17നെ എനിക്കറിയാം 10ഉം 7ഉം ആണെന്നുള്ളത്. 10 കൊണ്ടൊരു സംഖ്യനെ ഗുണിക്കാൻ എളുപ്പമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത്. അപ്പോൾ 10 ഗുണിക്കണം 5 എന്ന് പറയുന്നത് 50 ആണ്. 7 ഗുണിക്കണം 5 എന്ന് പറയുന്നത് 35 ആണ്. ഇത് ചേർത്ത് വെച്ചാൽ പോരെ? 50 35 കൂട്ടിയാൽ നമുക്ക് കിട്ടും എന്ത്? 85. ഓക്കെ, ഇതാണ് നമ്മുടെ പരിപാടി. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ അടുത്തത് 3 ഗുണിക്കണം 5 എന്ന് പറയുന്നത് 15. ഇനി 85ൽ നിന്ന് 42 കുറയ്ക്കണം. 85ൽ നിന്ന് 42 കുറച്ചാൽ കിട്ടുന്നത് 43 എന്നാണ്. 43/15. 43/15. ഇനി ഇതിനെന്താക്കാം? മിശ്ര രൂപത്തിലേക്ക് മാറ്റാം. 43നെ അത് മാറ്റോട്ടെ, എന്നിട്ട് ഇവിടെ എഴുതാട്ടോ. ഓക്കെ, 43നെ 15 കൊണ്ട് ഹരിക്കാം. എടാ 15 രണ്ടെണ്ണം ചേർന്നാൽ 30 ആണ്. 3 എണ്ണം ചേർന്നാൽ 45 ആണ്. 3 എണ്ണത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. 2 15കൾ ചേർന്നാൽ മതി. 2 15കൾ ചേർന്നാൽ കിട്ടുന്നത് 30. ബാക്കി എത്ര? 43ൽ നിന്ന് 30 പോയാൽ ബാക്കി 13. ഓക്കെ, ഇനി എങ്ങനെ എഴുതണം? കിട്ടിയ ഉത്തരം വലുതാക്കി എഴുതണം. താഴെ കിടക്കുന്നവൻ മുകളിലേക്ക് കൊണ്ടുവരണം. താഴെ കിടക്കുന്നവനെ നമ്മൾ ഉയർത്തണം. താഴെ കിടക്കുന്ന 13 മുകളിലേക്ക് വന്നാൽ അത് അംശമായി പോകും. ഓക്കെ, മേലെ കിടക്കും അഭിന്ന രൂപത്തിൻ്റെ. എന്തുകൊണ്ടാണോ ഹരിച്ചത് അത് താഴെ. അപ്പോൾ 2 13/15 എന്നുള്ളതാണ് നമ്മുടെ ശരിയായ ഉത്തരം. 2 13/15 ഇതേ കിടക്കുന്നു. 2 13/15 മണിക്കൂർ ആണ് ഉത്തരം. ക്ലിയർ അല്ലടാ? 32ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ 750 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയോ? ആ ടാങ്കിൻ്റെ 5ൽ 3 ഭാഗം നിറഞ്ഞു. 5ൽ 3 ഭാഗം നിറഞ്ഞു. ഇനി എത്ര ലിറ്റർ കൂടി ഒഴിച്ചാലാണ് ആ ടാങ്ക് കംപ്ലീറ്റ് ആയിട്ട് നിറയുക എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ ഇതിൻ്റെ ഉത്തരം കിട്ടും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ടാങ്കിൽ 750 ലിറ്റർ ഒഴിച്ചപ്പോൾ ആ ടാങ്കിൻ്റെ 5ൽ 3 ഭാഗം നിറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചേ. ഒരു ടാങ്കിലെ ഞാനൊരു 5 പീസാക്കി, 5 ഭാഗങ്ങളാക്കി. ഇതിൽ 3 ഭാഗം നിറഞ്ഞു. 1 2 3. എപ്പോ? ഈ 3 ഭാഗം നിറയാൻ 750 ലിറ്റർ വെള്ളം വേണ്ടി വന്നു. എങ്കിൽ ഇതിൽ ഒരു ഭാഗം എത്രയായിരിക്കും? എങ്കിൽ ഇതിൽ ഒരു ഭാഗം, ഇതിൽ ഓരോ ഭാഗങ്ങളും എത്രയായിരിക്കടാ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 750നെ 3 കൊണ്ടൊക്കെ വേണമെങ്കിൽ ഹരിച്ച് നോക്കാം. അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? 250 കൂടുന്നതല്ലേ 750. അപ്പോൾ ഓരോ ഭാഗങ്ങളും 250 ലിറ്റർ ആണെന്ന് കിട്ടും.
ഓരോ ഭാഗം 250 ലിറ്റർ ആണെന്ന് കിട്ടും. എങ്കിൽ ഇനി എത്ര ലിറ്റർ വെള്ളം കൂടി ഒഴിക്കണടാ? 5-ൽ 3 ഭാഗം നിറഞ്ഞു, ഇനി 2 ഭാഗം കൂടി നിറയണം. 2 ഭാഗം കൂടി നിറയണം. അപ്പോൾ 250 കൂടി നിറയ്ക്കണം അല്ലേ? അപ്പോൾ എത്രയാ ടോട്ടല്? എത്ര ലിറ്റർ വെള്ളം ഒഴിക്കണം? ഇനി ഒരു 500 ലിറ്റർ കൂടി ഒഴിക്കണം. ഇതാണ് ലോജിക്ക് വെച്ച് ഈ കണക്ക് ചെയ്യുന്ന രീതി. ഇനി ശരിക്കും ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ പെട്ടെന്ന് പറയാം. 750 ലിറ്റർ എന്ന് പറയുന്നത് 5-ൽ 3 ഭാഗമാണ്. 5-ൽ 3 ഭാഗമാണ്. അപ്പോൾ ഒരു ഭാഗം 3 ഭാഗം എന്നത് 750 ലിറ്റർ ആണെങ്കിൽ ഒരു ഭാഗം എന്നത് 750-നെ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന 250 ലിറ്റർ ആയിരിക്കും. ഓക്കെ. ഇനി നിറയാൻ എത്രയും കൂടി വേണം? നിറയാൻ 2 ഭാഗങ്ങൾ വേണം. ഒരു ഭാഗം 250 ലിറ്റർ ആണ്. അപ്പോൾ 2 ഭാഗങ്ങൾ എത്ര? 2 250 ചേരുന്നത് 2 ഗുണം 250 എത്രയാ? അത് 500 ആണ്. 500 ലിറ്റർ. ക്ലിയർ അല്ലേ? ഓക്കെ. എടാ 33ാമത്തെ ചോദ്യം ശരിക്കും ലോട്ടറി ആണ് കേട്ടോ. 1/2 പ്ലസ് 1/4 ഒരു ഡയറക്റ്റ് ചോദ്യം തന്നിരിക്കുന്നത്. 1/2 കൂടെ 1/4 കൂട്ടണം. 1/2 കൂടെ 1/4 കൂട്ടണം. ചിലവർ എന്തെന്നറിയോ, ഇതിലെ ഡിനോമിനേറ്ററൊക്കെ LCM ഒക്കെ കണ്ട് അതിനെ എടുക്കും, എന്നിട്ട് മേലെ ഒരുപോലെ ആക്കും, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്യും. അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? എന്താണ് ഈ 1/2 എന്ന് പറഞ്ഞാൽ? 1/2 എന്ന് പറഞ്ഞാൽ പകുതി അല്ലെങ്കിൽ അര. 1/4 എന്ന് പറഞ്ഞാലോ കാൽ ഭാഗം. ഒരു വസ്തുവിൻ്റെ 4ആക്കി മുറിച്ചു, അതിൽ പകുതി എടുത്തു. ആ പകുതിയോടൊപ്പം ഒരു കാൽ ഭാഗം കൂടി ചേർന്നാൽ എത്രയാണെന്നാ ചോദ്യം. എത്രയാണടാ? എത്രയാണ്? 1/4 ഭാഗമല്ലേ? അരയോട് കാൽ ചേർന്നാൽ കിട്ടുന്നത് 1/4 ഭാഗം. എവിടെ 1/4? ആ 1/4 3/4 ഓപ്ഷൻ ഇല്ല. ഓക്കെ. എങ്കിൽ ഇത് ഡെസിമൽ പോയിന്റുകൾ അവിടെ കിടക്കുന്നത് മൊത്തം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 1/4 എന്ന് പറയുന്നത് എന്താ? ഇത് മൊത്തത്തിൽ 100 ഭാഗങ്ങളാക്കി എടുത്താൽ അല്ലേ? ഒരു കംപ്ലീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും 100 ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം 100-ൽ 75 അല്ലേടാ 1/4? 100-ൽ 75 അല്ലേ 1/4? നമുക്കതിനെ എങ്ങനെ എഴുതാം? 75/100 എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ എത്ര പൂജ്യമുണ്ട്? താഴെ 2 പൂജ്യങ്ങൾ. അപ്പോൾ ദശാംശ ചിഹ്നം കഴിഞ്ഞ് പോയിന്റ് കഴിഞ്ഞ് 2 അക്കങ്ങൾ ഉണ്ടാകണം. 2 ഡെസിമൽ ഡിജിറ്റ് ഉണ്ടായിരിക്കണം ഉത്തരത്തിൽ. ഇത് മുകളിലുള്ള ആളെ നമ്മൾ ആദ്യം എഴുതും 7.5. ഇപ്പുറത്ത് ആരും ഇല്ലല്ലോ, അപ്പോൾ നമ്മളൊരു 0 ഇട്ട് കൊടുക്കും. നമ്മുടെ ഉത്തരം 0.75 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത് 34ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. 1/4 പ്ലസ് 1/8 പ്ലസ് 1/16. ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് എളുപ്പവഴിയുണ്ട്, പക്ഷെ ഞാൻ എളുപ്പവഴി ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. നമ്മൾ ഇതിൻ്റെ പാഠഭാഗങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് എളുപ്പവഴികളുള്ളത് ഡിസ്കസ് ചെയ്ത് തരാം. അല്ലെങ്കിൽ അതും ഇതും കൂടി കൺഫ്യൂഷൻ ആകണ്ട. ഇപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ട പരിപാടി LCM എടുത്ത് ചെയ്താൽ മതി. ഒന്നിലധികം ഭിന്നസംഖ്യകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ LCM എടുക്കുക ചെയ്യുക. ഓക്കെ. അപ്പം 4, 8, 16 ഇവരുടെ LCM എങ്ങനെ കാണാം? 4, 8, 16. കൂട്ടത്തിൽ ഭീമനെ നമ്മൾ എടുക്കും. ആരാണ് കൂട്ടത്തിൽ ഭീമൻ? വലുത് 16. 16 8ന്റെ ഗുണിതമാണോ? ആണോ? 1 8 8 2 16. അപ്പൊ 8 ഗുണം 2 16 ആണ്. 4ന്റെ ഗുണിതമാണോ? 4 ഗുണം 4 16 ആണ്. അപ്പോൾ 16 എന്ന് പറയുന്നത് 16ന്റെ ഗുണന പട്ടികയിലുണ്ട്, 8ന്റെ ഗുണന പട്ടികയിലുണ്ട്, 4ന്റെ ഗുണന പട്ടികയിലുണ്ട്. അപ്പോൾ ഇവരുടെ LCM ആരാ? ഇവരുടെ LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ചെറു പൊതു ഗുണിതം ലസാഗു എന്ന് പറയുന്നത് 16. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? മുകളിൽ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? എങ്ങനെ കണ്ടുപിടിക്കാം? ദേ ഒന്നാമത്തെ ഭിന്നസംഖ്യയുടെ മുകളിലിരിക്കുന്ന ആള് 1. 1നെ ഗുണിക്കണം. എന്തുകൊണ്ട്? താഴെയുള്ള 4 എന്തുകൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഇവിടെ 16 ആയത്? 4 കൊണ്ട് ഗുണിച്ചപ്പോൾ. അപ്പോൾ മേലെയുള്ള 1നെ 4 കൊണ്ട് ഗുണിക്കും. പ്ലസ്
അടുത്ത ആള് 1. 1 ഗുണിക്കണം 8ൻ്റെ അവിടെ ആ 8നെ 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 16 ആയത്. മേലെ ഞാൻ 2 കൊണ്ട് ഗുണിക്കും. പ്ലസ് അടുത്ത ആള് 1. 1 ഗുണിക്കണം 16 ആകാൻ 1 തന്നെ. അപ്പോൾ ഇവിടെയും ഞാൻ 1 കൊണ്ട് ഗുണിച്ചു. കഴിഞ്ഞു. കൂട്ടിയാൽ മതി. 1 ഗുണം 4 4 പ്ലസ് 1 ഗുണം 2 2 പ്ലസ് 1 ഗുണം 1 1 ബൈ 16. കൂട്ടിയാൽ 4ഉം 2ഉം 6ഉം 1ഉം 7 7 ബൈ 16 ആണ് നമ്മുടെ ഉത്തരം. എവിടെ 7 ബൈ 16? ദേ കിടക്കുന്നു. ഓപ്ഷൻ സിയിൽ കിടക്കുന്നു 7 ബൈ 16. അതാണ് നമ്മുടെ ശരിയായ ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ അടുത്തേക്ക് പോകാം. വീണ്ടും ഭിന്നസംഖ്യകളെ കൂട്ടാനാണ് തന്നിരിക്കുന്നത്. 35ാമത്തെ ചോദ്യം 3/5 കൂട്ടണം 1/3 കൂട്ടണം 1/15 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 2-ലധികം ഭിന്നസംഖ്യകൾ കൂട്ടലോ കുറയ്ക്കലോ ചെയ്യണമെങ്കിൽ അതിൻ്റെ LCM കണ്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം 3/5 പ്ലസ് 1/3 പ്ലസ് 1/15. താഴെ കിടക്കുന്ന ആളുകൾ ആരൊക്കെയാ? 5 3 15 അല്ലേ? അവരുടെ LCM കണ്ടുപിടിക്കാം. ആരാണ് കൂട്ടത്തിൽ വലുത്? അത് 15 ആണ്. 15 എന്ന് പറയുന്നത് 15ന്റെ ഗുണന പട്ടികയിലുണ്ട്. 15 ഗുണം 1 15 ആണ്. ഇനി 3ന്റെ ഗുണന പട്ടികയിലുണ്ടോ? 3 ഗുണം 5 15 അല്ലേ? ആണ്. ഇനി 5ന്റെ ഗുണന പട്ടികയിലുണ്ടോ? 5 ഗുണം 3 15 ആണ്. ഓക്കെ. ഇപ്പൊ 15 എന്ന് പറയുന്ന ആ ഭീമൻ ബാക്കിയുള്ളവരുടെ ഗുണിതമായിട്ട് വരുന്നു. സോ നമുക്ക് ഉറപ്പിക്കാം 15 ആണ് ഇവരുടെ LCM. 15ന് ഞാൻ താഴെ എഴുതി. നമ്മൾ നേരത്തെ കണക്കിൽ ചെയ്ത അതേ പരിപാടി കേട്ടോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സമയങ്ങളുണ്ടല്ലോ. 3 ഗുണിക്കണം 3 അല്ലേ? 5 15 ആകാൻ 3 കൊണ്ടാണ് ഗുണിച്ചത്. പ്ലസ് 1 ഗുണിക്കണം 3 15 ആകാൻ 5 പ്ലസ് 1 ഗുണിക്കണം 15 15 ആകാൻ 1 ചെയ്താൽ 3 3 9 പ്ലസ് 5 പ്ലസ് 1 ബൈ 15. 9 5 14 14 1 15 ബൈ 15. 15 ബൈ 15 മേലെയും താഴെയും ഒരുപോലെ വന്നു. നമ്മുടെ ഉത്തരം 1. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 3/12 എത്ര കൂട്ടിയാൽ 1 കിട്ടും എന്നതാണ് ചോദ്യം. 3/12 എത്രയാണ് കൂട്ടുന്നത് എന്ന് നമുക്കറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എക്സ് എന്ന് എടുത്തു. എത്ര കൂട്ടിയാൽ 1 കിട്ടുക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിങ്ങനെ അപ്പുറത്തേക്ക് തട്ടിയാൽ പോരെ? അവിടെ ഓൾറെഡി ഒരു 1 ഉണ്ട്. പോസിറ്റീവായിട്ടുള്ള 3/12 പ്ലസ് ആണ് ഇവിടുത്തെ ഓപ്പറേഷൻ അല്ലേ? പ്ലസ് ആണ് ചെയ്യുന്നത്. അയാൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ കൂടാ? അത് മൈനസ് ആകും. മൈനസ് 3/12 ആകും. ഇനി ചെയ്താൽ പോരെ? 1 എന്ന് പറയുന്നതിനെ 1/1 എന്ന് എഴുതാം. ക്രോസ് ചെയ്താൽ മതി. 1 ഗുണം 12 12. നടുവിലുള്ള ചിഹ്നം മൈനസ്. 3 ഗുണം 1 എന്ന് പറഞ്ഞാൽ 3 തന്നെ. താഴെയുള്ളവരെ ഗുണിക്കുക. 1 ഗുണം 12 12. 12ൽ നിന്ന് 3 പോയാൽ കിട്ടുന്നത് 9/12. ചെറുതാക്കാൻ പറ്റുമോ നോക്കുക. പറ്റില്ലേ? 9ഉം താഴെ കിടക്കുന്ന 12ഉം 3ന്റെ ഗുണിതമല്ലേ? അപ്പോൾ 3 കൊണ്ട് ചെറുതാക്കാം. 9ൽ എത്ര 3കൾ? 9ൽ 3 3കൾ. 12ൽ എത്ര 3കൾ? 12ൽ 4 3കൾ. അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടി. അത് 3/4 ആണ്. 3/4. ഓപ്ഷൻ അവിടെ 3/4 ദേ കിടക്കുന്നു. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. 37ാമത്തെ ചോദ്യം വീണ്ടും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 ഭിന്നസംഖ്യകളെ തമ്മിൽ കുറയ്ക്കാനാണ് തന്നിരിക്കുന്നത്. 5/9 1/3 കുറയ്ക്കണം. കുറച്ച് നോക്കാം അല്ലേ? 5/9 നിന്ന് 1/3 കുറയ്ക്കണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 5 ഗുണിക്കണം 3 15. നടുവിലുള്ള ചിഹ്നം മൈനസ്. 1 ഗുണിക്കണം 9 9 ബൈ. എന്ത് ചെയ്യണം? താഴെ കിടക്കുന്നവരെ തമ്മിൽ ഗുണിക്കണം. 9 ഗുണിക്കണം 3 27. ഓക്കെ. 15ൽ നിന്ന് 9 കുറച്ചാൽ എത്രയാ? 15ൽ നിന്ന് 9 കുറച്ചാൽ 6 അല്ലേ? താഴെ 6/27. എടാ 6ഉം 27ഉം 3ന്റെ ഗുണിതല്ലേ? അപ്പൊ നമുക്ക് ഇവരെ 3 കൊണ്ട് ചെറുതാക്കാം.
6-ൽ എത്ര മൂന്നുകൾ? 6-ൽ 2 മൂന്നുണ്ട്. 27-ലോ? 27-ൽ 9 മൂന്നുണ്ട്. ഗുണനപ്പട്ടികയൊക്കെ സെറ്റ് ആവണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടി. എന്താ ആ ഉത്തരം? 2/9 എന്നാണ്. എവിടെ കിടക്കുന്നു 2/9? ഇത്തവണ ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. നമ്മൾ നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 38ാമത്തെ ചോദ്യം വീണ്ടും ഡയറക്റ്റ് ചോദ്യമാണ്. 1-ൽ നിന്ന് 1/4 കുറച്ചാൽ എത്ര? 1-ൽ നിന്ന് 1/4 കുറച്ചാൽ എത്ര? മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്താണ് ഈ ചോദ്യം? ഇതിനേക്കാൾ സിമ്പിളായിട്ടൊരു ചോദ്യം വരുമോ? 1-ൽ നിന്ന് 1/4 ഭാഗം പോയാൽ എത്ര എന്നുള്ളതാണ് ചോദ്യം. കണ്ണും പൂട്ടി നമുക്ക് പറഞ്ഞുകൂടെ ബാക്കി 3/4 ഉണ്ടാവുള്ളൂ എന്നുള്ളത്, അല്ലേ? 1 എന്നത് പൂർണ്ണമായിട്ടുള്ളൊരു സാധനമാണ്, ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വസ്തു. അതിൽ 4-ൽ 1 പോയി, അതിൻ്റെ 4-ൽ 1 എത്രയും ഭാഗം പോയി. അപ്പോൾ ബാക്കി എത്രയുണ്ട്? ബാക്കി 4 ഭാഗങ്ങളിൽ 3 ഭാഗങ്ങൾ ഉണ്ടാകും. 4 ഭാഗങ്ങളിൽ 3 ഭാഗങ്ങൾ അവശേഷിക്കും. അതാണ് ഉത്തരം. ഇതൊക്കെ ലോജിക്ക് വെച്ച് പെട്ടെന്ന് ചെയ്യാലോ. ഇനി ചിലപ്പോൾ ഉണ്ടാവും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലേ ചിലവർക്ക് സമാധാനമാവുള്ളൂ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ഇത് ചെയ്യുന്നു. ഓക്കെ, ക്രോസ് ചെയ്താൽ 1 ഗുണിക്കണം 4, 4 മൈനസ് ആണ് നടുവിലെ ചിഹ്നം, അത് അപ്പുറത്തേക്ക് ഇട്ടു. 1 ഗുണിക്കണം 1, 1 ബൈ 1 ഗുണിക്കണം 4, 4. ഓക്കെ, 4-ൽ നിന്ന് 1 പോയാൽ 3/4. എങ്ങനെ ചെയ്താലും 3/4. റെഡി അല്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരം 3/4 എവിടെ കിടക്കുന്നു? 3/4, 3/4 ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. സെറ്റ്. അപ്പോൾ 38ാമത്തെ ചോദ്യം വരെ സെറ്റായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ വരണം കേട്ടോ, നല്ല കാര്യമുള്ളൂ. 39ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 2/4. 2/4-ൽ നിന്ന് 2/4-ൻ്റെ കൂടെ ഒരു 1.5 കൂട്ടണം, അതിൻ്റെ കൂടെ ഒരു 2.25 കൂട്ടണം, എന്നിട്ട് ഒരു 3.5 കുറയ്ക്കണം. ഓക്കെ, കൺസെപ്റ്റ് വെച്ച് വേണമെങ്കിൽ ആലോചിച്ച് ചെയ്യാം. ഇനി സംശയം വരും, തെറ്റിപ്പോകും എന്നുള്ളവർക്ക് 2.25 പ്ലസ് 1.5 പ്ലസ് 2.25 മൈനസ് 3.5. ഓക്കെ, തെറ്റിപ്പോകുന്നുള്ളവർക്ക് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? പൂർണ്ണസംഖ്യകളെ അങ്ങോട്ട് എടുക്കുക, അവരെ ആദ്യം ചെയ്യുക. ഓക്കെ, 2 പ്ലസ് 1 പ്ലസ് 2 മൈനസ് 3, ചിഹ്നം മാറിപ്പോകരുത്. ഓക്കെ, എത്ര രൂപ ഇപ്പോൾ പോക്കറ്റിലുണ്ട്? 2 രൂപ പോക്കറ്റിലുണ്ട്. വീണ്ടും 1 രൂപയും കൂടി പോക്കറ്റിലേക്ക് വന്നു, അപ്പം 3 രൂപയായി. വീണ്ടും ഒരു 2 രൂപയും കൂടി പോക്കറ്റിലേക്ക് വന്നു, അപ്പോൾ ടോട്ടൽ എത്ര രൂപയാണ് പോക്കറ്റിൽ? ഇപ്പം എൻ്റെ കീശയിൽ 5 രൂപയായി. ഇനി എത്ര രൂപ കടം? എത്ര രൂപ കടം? -3 എന്ന് പറഞ്ഞാൽ 3 രൂപ കടം. 5 രൂപ പോക്കറ്റിലുണ്ട്, 3 രൂപ കടം തീർക്കാനുണ്ട്. അപ്പം 5-ൽ നിന്ന് 3 പോയാൽ ബാക്കി 2. അപ്പോൾ പൂർണ്ണസംഖ്യകളെ നമ്മൾ ഒരു സൈഡിലേക്ക് എടുത്തു, അവരെ ചെയ്തു, കിട്ടിയ ഉത്തരം 2. കഴിഞ്ഞോ? ഇല്ല, ഭിന്ന രൂപങ്ങൾ കൂടി ചെയ്യണം അല്ലേ? ഭിന്ന രൂപങ്ങൾ 3/4 3/4, 3/4-ൻ്റെ കൂടെ ഒരു 1/2, പിന്നെ ഒരു 1/4. ഇത് ഏതാ എഴുതണമെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതേ ഈ 3/4, ഈ 1/2, ഈ 1/4. ഓക്കെ, അടുത്തതോ -1/2. ഇവിടുത്തെ ചിഹ്നം മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ -1/2 ചെയ്ത് നോക്കാം. ചെയ്യുന്നതിന് മുമ്പ് നോക്കിക്കേ, ഇവിടെ ഒരു +1/2 ഉണ്ട്, -1/2 ഉണ്ട്. ഒരു പകുതിയിൽ നിന്ന് ഒരു പകുതി ഉണ്ടായിരുന്നു, ആ പകുതി മൈനസ് ചെയ്യണം, ഒഴിവാക്കണം. അപ്പോൾ ഇത് രണ്ടും 0 ആയി പോയില്ലേ? ബാക്കി ആരേ ഉള്ളൂ? 3/4, 1/4. 3/4 ഭാഗത്തിൻ്റെ കൂടെ ഒരു 1/4 ഭാഗം ചേർന്നാൽ എത്ര? 3/4-ഉം 1/4-ഉം ചേർന്നാൽ ഒരു മുഴുവൻ പാർട്ട് കിട്ടും, ഒരു പൂർണ്ണസംഖ്യ കിട്ടും, 1 കിട്ടും. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണടാ? നമ്മൾ ഈ പൂർണ്ണസംഖ്യകളെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇപ്പോൾ ഭിന്നരൂപങ്ങളെയും ചെയ്ത് വെച്ചു. ഇനി ഇത് രണ്ടും കൂടി ചേർക്കണ്ടേ? പൂർണ്ണസംഖ്യകൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2, ഭിന്നരൂപങ്ങൾ ചെയ്തപ്പോൾ കിട്ടിയത് 1. ഇത് രണ്ടും ചേർത്താൽ 2 + 1, ഉത്തരം 3. ഓപ്ഷൻ എവിടെ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ ആണ് മക്കളെ? 40ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 8/5 + 1/7 - 3/10. 8/5 + 1/7 - 3/10 ചെയ്യണം. ഓക്കെ, നമുക്ക് ചെയ്യാം മക്കളെ. അപ്പം നമ്മൾ ഈ ക്രിയ ചെയ്യുന്നത് ഇതുവരെ ചെയ്ത അതേ മെത്തേഡാണ്.
8/5 പ്ലസ് 1/7 മൈനസ് 3/10. ഓക്കെ, നമ്മൾ എൽ സി എം കാണുന്നു. 5, 7, 10 മൂന്നിൻ്റെയും എൽ സി എം കാണാം. ഏതെങ്കിലും രണ്ടെണ്ണത്തിനെങ്കിലും പൊതുവായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കുക. 5ഉം 10ഉം 5 കൊണ്ട് ചെറുതാക്കാം അല്ലേ? 5, 7, 10 നമ്മൾ 5 കൊണ്ട് ചെറുതാക്കുന്നു. 5ൽ ഒരു 5, 7നെ ചെറുതാക്കാൻ പറ്റില്ല, സാരില്ല, അയാളെ നമ്മൾ അതുപോലെ ഇറക്കിട്ടു. 10ൽ എത്ര 5? 10ൽ 2 5. ഓക്കെ, എൽ സി എം ആയതുകൊണ്ട് എൽ ഷേപ്പിൽ നമ്മൾ ഗുണിക്കുന്നു. 2 ഗുണിക്കണം 5 10, 10 ഗുണിക്കണം 7 70. അപ്പൊ ഇവരുടെ എൽ സി എം എത്രയാ? എൽ സി എം എന്ന് പറയുന്നത് 70 ആണ്. ഓക്കെ, എൽ സി എം എന്ന് പറയുന്നത് 70 ആണ്. ഇനി നമുക്ക് നോക്കാം, താഴെ ഇരിക്കുന്ന ഓരോരുത്തരും 70 ആകാൻ എത്ര വീതം പോകണം എന്നുള്ളത് നോക്കാം. 5 14 പ്രാവശ്യം ചേരുമ്പോഴാണ് 70 കിട്ടുക. ഓക്കെ, എങ്കിൽ 7 10 പ്രാവശ്യം ചേരുമ്പോഴാണ് 70 കിട്ടുക. 10 എന്ന് പറയുന്നത് 7 പ്രാവശ്യം ചേരുമ്പോഴാണ് 70 കിട്ടുക. ക്ലിയർ ആണേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാലോ. ആദ്യത്തെ അംശം 8നെ ഗുണിക്കണം. താഴെയുള്ള 5നെ എന്തുകൊണ്ട് ഗുണിച്ചപ്പോഴാണ് 70 കിട്ടിയത്? 14 കൊണ്ട് ഗുണിച്ചപ്പോഴാണ്. പ്ലസ് അടുത്ത ആള് 1നെ ഗുണിക്കണം. എന്തുകൊണ്ട്? താഴെ കിടക്കുന്ന 7 70 ആകാൻ 10 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പോൾ 1നെയും 10 കൊണ്ട് ഗുണിക്കണം. മൈനസ് അടുത്ത ആള് 3നെ ഗുണിക്കണം. ആരെ കൊണ്ട്? എടാ, ഇവിടെ താഴെ കിടക്കുന്ന 10 70 ആകാൻ 7 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പോൾ നമ്മൾ മുകളിലും 7 കൊണ്ട് ഗുണിക്കുന്നു. ഇനി ചെയ്താൽ പോരെ? ചെയ്യാം. 14 ഗുണിക്കണം 8. ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 14 എന്ന് പറയുന്നത് 10ഉം 4ഉം. 10 8 എന്ന് പറഞ്ഞാൽ 80. 4 8കൾ 32. 80 32ഉം ചേർന്ന് കഴിഞ്ഞാൽ 112 കിട്ടും. ഓക്കെ, പ്ലസ് 1 ഗുണിക്കണം 10 എന്ന് പറഞ്ഞാൽ 10 തന്നെ. മൈനസ് 3 ഗുണം 7 21 ബൈ 70. ഇനി ഒന്ന് ആലോചിച്ചടാ, 112 രൂപ പോക്കറ്റിൽ കിടക്കുക. ഒരു 10 രൂപയും കൂടി പോക്കറ്റിലേക്ക് വന്നു. അപ്പൊ ടോട്ടൽ എത്രയായി? 122 രൂപ പോക്കറ്റിലേക്ക് വന്നു. അതിൽ നിന്ന് 21 രൂപ പോയി ബൈ 70. 122ൽ നിന്ന് 21 പോയാൽ ബാക്കി 101 രൂപ ഉണ്ടാവുള്ളൂ. 101/70 എന്ന് കിട്ടും. ഓപ്ഷനിലുണ്ടോ നോക്കാം. 101/70 ഇതേ കിടക്കുന്നു. അപ്പം ഇനി നമ്മളതിനെ മാറ്റാനൊന്നും നിൽക്കണ്ട. ഓപ്ഷനിൽ അതുപോലെ കിടക്കുന്നുണ്ട്. 101/70 ആണ് നമ്മുടെ ശരി ഉത്തരം. അപ്പം അടുത്ത ചോദ്യം കൂടി ചെയ്തിട്ട് നമുക്ക് ഈ പാർട്ട് നിർത്താം. ഓക്കെ, ബാക്കി ചോദ്യങ്ങൾ നമ്മൾ 3ാമത്തെ പാർട്ടിലേക്ക് മാറ്റാം. അപ്പോൾ 41ാമത്തെ ചോദ്യം എങ്ങനെയാടാ? എന്താണ്? 1 3ൽ 2 പ്ലസ് 2 2ൽ 1 പ്ലസ് 3 3ൽ 1. ഇത് കൂട്ടിയാൽ എത്ര കിട്ടും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ചെയ്യല്ലേ? റെഡി അല്ലേ? ഓക്കെ, 1 2/3 പ്ലസ് 2 1/2 പ്ലസ് 3 1/3. ആദ്യം പൂർണ്ണസംഖ്യകളെല്ലാം കൂടി കൂട്ടുന്നു. കൂട്ടിയാൽ 1 പ്ലസ് 2 പ്ലസ് 3 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 6. അവിടെ വെച്ചു. അടുത്തത് ആരാ? 2/3 പ്ലസ് 1/2 പ്ലസ് 1/3 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ആരാ? ഇതിലെ ഏറ്റവും വലുത് 3 ആണ്. ഓക്കെ, 3 2 3. എൽ സി എം കണ്ടാൽ 3 കൊണ്ട് ചേർന്നാക്കാം. 1 2 1. എൽ ഷേപ്പിൽ ഗുണിക്കണം, എൽ സി എം ആയതുകൊണ്ട്. 3 ഗുണിക്കണം 2 6. 6 ആണ് എൽ സി എം. ഓക്കെ, ഇനി എങ്ങനെ? ഞാൻ പറഞ്ഞ മറ്റേ മെത്തേഡ് വെച്ചിട്ട് ആലോചിച്ച് നോക്കിക്കേ. 3 ആണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഖ്യ. ആ 3 2ന്റെ ഗുണന പട്ടികയിലുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ 3ന് വിട്ടു. ഇനി 3ന്റെ രണ്ടാമത്തെ ഗുണിതം എടുക്കുക. 1 3 3, ഈ 3 6. 6 എന്ന് പറയുന്നത് 2ന്റെ ഗുണന പട്ടികയിലുണ്ടോ? ഉണ്ട്. 3ന്റെ ഗുണന പട്ടികയിലുണ്ട്, 2ന്റെ ഗുണന പട്ടികയിലുണ്ട്. 3ന്റെ ഗുണന പട്ടികയിലുണ്ട്, നമ്മൾ ഓൾറെഡി നോക്കി. അപ്പോൾ ആരാണ് എൽ സി എം? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 6 ആണ് എൽ സി എം. ഇനി ഗുണിക്കാം. മേലെ ഇരിക്കുന്ന 2നെ നമ്മൾ ഗുണിക്കുന്നു. താഴെയുള്ള 3 6 ആകാൻ 2 കൊണ്ട് ഗുണിച്ചു. അപ്പം മേലെയും നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു. പ്ലസ് അടുത്ത ആളാരാ? 1
ഗുണിക്കണം. താഴെ കിടക്കുന്നത് 2. 2 6 ആകാൻ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ മേലെയും 3 കൊണ്ട് ഗുണിച്ചു. പ്ലസ് അടുത്ത ആൾ ആരടാ? അടുത്ത ആള് 1 ഗുണിക്കണം. താഴെ കിടക്കുന്നത് 3 ആണേ. 3 6 ആകാൻ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പം മുകളിലും 2 കൊണ്ട് തന്നെ ഗുണിക്കണം. ഇനി നമ്മൾ ചെയ്താൽ പോരെ? 2 ഗുണം 2 4 പ്ലസ് 1 ഗുണം 3 എന്ന് പറയുന്നത് 3 പ്ലസ് 1 ഗുണം 2 എന്ന് പറയുന്നത് 2/6. കൂട്ടാം. 4 3 7 2 9/6 എന്ന് കിട്ടി. ചെറുതാക്കാലോ. 9ഉം 6ഉം 3ന്റെ ഗുണിതല്ലേ? 9ൽ എത്ര 3കൾ? 9ൽ 3 3കൾ. 6ലോ? 6ൽ 2 3കൾ. അല്ലെങ്കിൽ 3ന്റെ പകുതി എന്ന് പറയുന്നത് 1.5 അപ്പൊ നമ്മൾ പൂർണ്ണസംഖ്യകളെ മുഴുവൻ ചെയ്തപ്പോൾ കിട്ടിയത് 6, ഭിന്നരൂപങ്ങളെ ചെയ്തപ്പോൾ കിട്ടിയത് 1.5. ഇവരെ രണ്ടുപേരെയും ചേർത്ത് വെക്കാം. 6ഉം ഈ കിട്ടിയ 1.5യും ചേർത്തപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? 7.5. 7.5 ഓപ്ഷനിൽ എവിടെ കിടക്കുന്നു? 7.5 ഓപ്ഷൻ എയിൽ കിടക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 7.5. മക്കളെ, അപ്പോൾ നമ്മൾ 2 പാർട്ടാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ എന്ന ഭാഗത്തുനിന്ന് 2021 മുതലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്നത്. 41 ചോദ്യങ്ങളായി. അപ്പോൾ മൂന്നാമത്തെ പാർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ 2 പാർട്ടുകളും നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു 9 പാർട്ടോളം വരുന്ന സീരീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ കണ്ട് സെറ്റായിട്ട് വേണം ഫ്രാക്ഷൻസിലേക്ക് കടക്കാൻ. നമ്മുടെ ലക്ഷ്യം മറന്നു പോകരുത്. ഒരു നല്ല സർക്കാർ ജോലി. ഇത്തവണത്തെ പരീക്ഷയിൽ നമ്മൾ പാസ്സായിരിക്കണം. പാസ്സായാൽ പോരാ, ആ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നമുക്ക് കിട്ടിയിരിക്കണം. അതാകട്ടെ നമ്മുടെ സ്വപ്നം, അതാകട്ടെ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.